ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ അർബഊന നബവിയ്യ ഫി സലാമത്തി നഫ്സിയ്യ. 40 ഹദീസുകളാണ് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട മാനസിക അസ്വസ്ഥതകൾ, മാനസിക പിരിമുറുക്കം, അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന 40 ഹദീസുകൾ, മനസ്സുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ഒന്നാമത്തേത് അൽ ഈമാനു വത്തവക്കുലു അലല്ലാഹി തആല. പൂർണ്ണമായും അള്ളാഹുവിലുള്ള ഈമാനും തവക്കുലുമായി ബന്ധപ്പെട്ട ഹദീസ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. സഹാബി റസൂലിൻ്റെ അമ്മിൻ്റെ മകനാണ്, റസൂലിൻ്റെ പിതൃവ്യൻ്റെ മകനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിൻ്റെ 3 വർഷം മുമ്പ് ശിഅബ് അബി ത്വാലിബിലാണ് സഹാബി ജനിക്കുന്നത്. ഹിജ്റ 68 ത്വായിഫിൽ വഫാത്തായി. 1660 ഹദീസുകൾ ഉദ്ധരിച്ച് സഹാബാക്കളിൽ തന്നെ ആലിമായി അറിയപ്പെട്ട സഹാബിയാണ്. തർജമാനുൽ ഖുർആൻ, ഹിബ്റുൽ ഉമ്മ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരുകൾ. ഇത്രയും ഇൽമുള്ള സഹാബിയായിരുന്നു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ഒരു ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. അല്ലാഹു ദീനിൽ നല്ല ഇൽമു കൊടുക്കണം, അതുപോലെ തന്നെ ഖുർആൻ്റെ വ്യാഖ്യാനം ഇവനെ നീ പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന സഹാബിയാണ്, മുഫസ്സിരീങ്ങളുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന സഹാബി പറയാണ്, കുന്തു ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഞാൻ ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ പിറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. റസൂലിനൊരു ശീലമുണ്ട്, കഴുതപ്പുറത്ത് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ചെറിയ പ്രായക്കാരായ സഹാബാക്കളെ പിറകിൽ കയറ്റുമായിരുന്നു. അങ്ങനെ റസൂലിൻ്റെ പിറകിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. മകനെ, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ, ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, യഹ്ഫദില്ലാഹ യഹ്ഫദ്ക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും അള്ളാഹുവിനെ ശ്രദ്ധിച്ചാൽ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് നിരോധനങ്ങൾ ഒഴിവാക്കി സൂക്ഷ്മതയോടെ ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും. എല്ലാ പ്രശ്നങ്ങളിലും ഒരു പോംവഴി അള്ളാഹു നൽകും. ഖുർആനിൽ പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവനൊരു പോംവഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിനക്ക് മുമ്പിൽ നീ അള്ളാഹുവിനെ കണ്ടെത്തും. അഥവാ ഏത് പ്രശ്നങ്ങൾക്കും അള്ളാഹു നിനക്കൊരു പരിഹാരം കാണിച്ചു തരും. എല്ലാവരും കൈവിട്ടതുപോലെ ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. എവിടെയെങ്കിലും എന്ത് ചെയ്യും? അള്ളാഹു ഒരു പോംവഴി കാണിച്ചു തരും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്. ചെറിയ മകനോടാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂൽ. അപ്പോൾ ചെറിയ മക്കളെ നമ്മൾ വലിയ ഗൗരവമുള്ള വിഷയം തന്നെ പഠിപ്പിക്കണം. ചെറിയ മക്കളെ അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിവാക്കാൻ പാടില്ല. ചെറിയ മക്കൾക്ക് വലിയ ഗൗരവത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിന് 13 വയസ്സാണ്. അപ്പോൾ അതിൻ്റെ മുമ്പാണ് ഇത്. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഗൗരവമുള്ള ദീനിൻ്റെ വാക്കുകളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നീ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കണം. ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം തേടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് തന്നെ സഹായം തേടണം. തൗഹീദിൻ്റെ ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യം ആ ചെറിയ മകനെ റസൂൽ പഠിപ്പിക്കണം. ഏറ്റവും റസൂൽ പറയാണ്, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ. മകനെ, നീ അറിയണം, ഈ ഉമ്മത്ത്, ഈ സമുദായം, മനുഷ്യ സമൂഹം ഒന്നടങ്കം നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടിയാൽ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. അള്ളാഹു നിനക്ക് വേണ്ടി, നിനക്ക് അനുകൂലമായിട്ട് എന്താണോ രേഖപ്പെടുത്തിയത് അതല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കൂല. അള്ളാഹു എന്താണ്, നമ്മുടെ ഉമ്മാരെ ഗർഭപാത്രത്തിലായിരിക്കും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ റിസ്ക്കുകൾ. അപ്പോൾ ഈ മാലോകർ മുഴുവൻ ഒരുമിച്ച് കൂടി നിനക്കൊരു നന്മ ചെയ്യാൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ
അള്ളാഹു എന്താണോ രേഖപ്പെടുത്തിയത് അതല്ലാതെ അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. വലവിജ്തമഊ, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അലാ അൻ യദുറൂക ബിശൈഇൻ, നിനക്കൊരു ഉപദ്രവം എത്തിക്കാൻ, നിനക്കെതിരെ അവരൊക്കെ തിരിഞ്ഞു, മാലോകർ മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞു, നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അള്ളാഹു നിനക്കെതിരായിട്ട് എന്താണോ തീരുമാനിച്ചത് അതല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. തവക്കുലാണ്. അള്ളാഹു എന്താണോ എൻ്റെ ജീവിതത്തിൽ തീരുമാനിച്ചത് അതെനിക്കുണ്ടാവും. അള്ളാഹു എന്താണോ എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് തീരുമാനിച്ചത് അതൊരിക്കലും എന്നെ ബാധിക്കുകയുമില്ല. ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെപ്പോഴും സമാധാനമായിരിക്കും, മനസ്സ് അസ്വസ്ഥമാകുകയില്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹുഫ്, റുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർത്തപ്പെട്ടു, വജഫത്തി സുഹുഫു, അത് എഴുതിയ കടലാസുകൾ ഉണങ്ങി, അഥവാ അതൊക്കെ അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളോ ഓർത്ത് ആവലാതിപ്പെടുകയോ അസ്വസ്ഥമാവുകയോ ചെയ്യരുത് ഒരു മുഅ്മിൻ. കാരണം അൽ അംറു കുല്ലുഹു ബിഖളാഇല്ലാഹി വഖദരി, എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൻ്റെ അനുസരിച്ചാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു ഹദീസ് നമ്മൾ അറിയിക്കുന്നത് എന്താണ്? ഒരിക്കലും മനസ്സ് അസ്വസ്ഥമാകേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് പുറത്ത് നടക്കുന്നത്. നമുക്ക് അനുകൂലമായി തീരുമാനിച്ചത് അനുകൂലമായിട്ട് തന്നെ കിട്ടും. നമുക്കെതിരായിട്ട് പ്രതികൂലമായിട്ടാണ് അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഈ ഒരു ഉറപ്പോടുകൂടി യഖീനോടുകൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ ഹദീത്ത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹദീത്തുകൾ വായിക്കാം. ചെറിയ ഹദീത്താണെങ്കിൽ ഈ 2 ഹദീത്തുകളായിട്ട് വായിക്കാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ